രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണ് ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞതെന്ന മോദിയുടെ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗോഡ്സെയുടെ പാതയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്, കോടിക്കണക്കിന് ആളുകളുടെ കൈകളിലുള്ള പുസ്തകങ്ങളാണ്. രാഷ്ട്രപിതാവായ മഹാത്മജി ഗാന്ധി സിനിമ വന്ന ശേഷമാണ് അദ്ദേഹത്തെ ലോകരാജ്യങ്ങൾ അറിഞ്ഞത് എന്ന് മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞത് മോഡി പിൻവലിക്കണം. അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ്. വാസ്തവത്തിൽ ഇതൊരു ഗാന്ധി നിന്നയാണ്. ഗോഡ്സെയുടെ പ്രേതം ഇപ്പോഴും അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോഡ്സെയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നരേന്ദ്രമോദി ഇതല്ല, ഇതിനപ്പുറവും പറയും. അപ്പോൾ ഈ ഗാന്ധി നിന്ന് അവസാനിപ്പിക്കാൻ BJP തയ്യാറുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപിതാവിനെ പറ്റി പറഞ്ഞത്. ഇത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുത്ത് നടത്തും. കോൺഗ്രസിനും UDF-നും 20-ൽ 20 സീറ്റും നേടാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ. AK ബാലന്റെ പ്രതികരണം ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF, RSS, മുസ്ലിം മത തീവ്ര സംഘടന ഒരു കൂട്ടുണ്ടായി. തൃശ്ശൂരിലെ വോട്ട് BJP, കോൺഗ്രസ് വോട്ട് BJPക്ക്, സുരേഷ് ഗോപിക്ക് കിട്ടി. അതിന് പാലക്കാട് മറിച്ച് അങ്ങനെ ഒരു കൂട്ടുകെട്ട് പ്രവർത്തിച്ചു എന്നതാണ് ആരോപണം. പാലക്കാട് നോക്കുമെന്നതിന് പാലം സംഭവിച്ചിരിക്കുക. പാലക്കാട് നോക്കും അദ്ദേഹം സംഭവിച്ചല്ലോ. കൂട്ടുകെട്ട് BJPയുമായി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് CPM-നായിരുന്നു. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന CPM-ന്റെ ലക്ഷ്യം അത് BJPയുമായി ചേർത്തുള്ള ഒന്നായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയും CPM-ഉം തമ്മിൽ ഇവിടെ ഐക്യമുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ വന്നുണ്ടായി. പക്ഷേ CPM-ഉം BJPയുമായി കൂട്ടുകെട്ടിയാൽ പോലും കേരളത്തിൽ UDF 20-ൽ 20 സീറ്റും നേടുന്ന അവസ്ഥാവിശേഷം നിലവിലുണ്ട്. ഒരു കാര്യം കൂടി AK ബാലൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തെ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയും SDPയും റാഞ്ചിയിരിക്കുകയാണ്, അവരുടെ കയ്യിലാണ് ഈ പാർട്ടി. അതൊക്കെ വളരെ തെറ്റായ പ്രകടനമാണ്. മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മനസ്സിലായാലും ലീഗ് UDF-ന് അവിഭാജ്യ ഘടകമാണ്. ലീഗ് എന്നും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് ഒരു തീവ്രവാദ സംഘടനകളുമായിട്ടും ബന്ധമില്ല. അവരെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ. അതിന് ശശി തരൂരിന് എന്ത് പങ്കാണുള്ളത്? അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം PA ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് ശശി തരൂരിന് എന്ത് ബന്ധമാണ്? നമ്മുടെ ആരുടെയും ഒരു PA ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് അർത്ഥമാണ്. പിണറായി വിജയൻ നേരിട്ട് ഇതൊക്കെ ചെയ്തതാണ്. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരിക്കുന്ന വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്തിന് പൂർണ്ണമായി സഹായിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി ആ വ്യക്തിയെ സഹായിച്ചു. ശിവശങ്കരനെ വെള്ളപൂശി. ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥ, അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ പഴയ ബൈറ്റെടുത്ത് നോക്കുക. ഇവിടെ ആരും ന്യായീകരിച്ചിട്ടില്ല. ശശി തരൂർ MPയുടെ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം എയർപോർട്ടിൽ പ്രവേശിച്ചത്. ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ബന്ധവുമില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്. അതുകൊണ്ട് ശശി തരൂരിന് അതിനകത്തൊന്നും ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ ഇതിൻ്റെ പേരിൽ തകർക്കാമെന്ന് CPM-ഓ എക്സാലോജിക്കിനെ സംബന്ധിച്ചുള്ള പുതിയ ആരോപണം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, PWC ഉൾപ്പെടെയുള്ള ധാരാളം ഇത്തരം ഏജൻസികളുമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ സഖ്യം അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത കോൺട്രാക്റ്റുകൾ അതെല്ലാം അഴിമതിക്കുള്ളതായിരുന്നു.
ഈ രണ്ട് കമ്പനികൾ രണ്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാം. അത് പരിശോധിക്കേണ്ട കാര്യം. ഏതായാലും ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്താണ് ഈ PWC ഉൾപ്പെടെ KPMG ഉൾപ്പെടെ ധാരാളം കൺസൾട്ടിങ് ഏജൻസികൾ നിയോഗിച്ചത്. അതൊക്കെ ദുരൂഹമായിരുന്നു. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് ഗവൺമെൻറ് അതിനെ പിൻവലിച്ചു പോകേണ്ടി വന്നു. ഈ സെക്രട്ടേറിയറ്റിനകത്ത് PWCക്ക് ഒരു റൂം കൊടുക്കണം എന്ന് GAD സെക്രട്ടറി അന്ന് എഴുതിയ ഫയല് പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇത്തരം കൺസൾട്ടിങ് ഏജൻസികളെ കൊണ്ട് കമ്മീഷൻ വാങ്ങുന്ന ഒരു നടപടി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇവർ പരിശോധിക്കണം. പറയാൻ പറഞ്ഞത് പരിശോധിക്കാൻ എൻ്റെ വിശ്വാസങ്ങൾ അറിയില്ല. അത് പരിശോധിക്കണം.